ശ്രീ CVM വാണിമേൽ, നോക്കൂ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഡോക്ടർ ആരിഫ് ഹുസൈന് പുറമെ AP അഹമ്മദ്, കാപ്പാട് അബ്ദുൾ അലി മാസ്റ്റർ, ജാഫർ ചളിക്കോട്, നൂർ അബ്ദുൾ, സദീഖത്ത് ടീച്ചർ, ഷാജിദ അസീസ്, M റിജു എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ഇത് സ്വതന്ത്ര ചിന്തകരുടെ ഒരു കൂട്ടായ്മയായ നോൺ റിലീജിയസ് സിറ്റിസൺസ് ആണ് പരിപാടിയുടെ സംഘാടകരും. ഇതിനെതിരെയാണ് വലിയ കൊലവിളി തിരൂരിൽ ഉണ്ടായത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറയുകയുണ്ടായി. ഒരു തരത്തിലും ആ പരിപാടി നടത്താൻ കഴിയില്ല, പോലീസ് അതിന് സഹകരിക്കുന്നില്ല, പോലീസിൻ്റെ സഹായം തേടിയപ്പോൾ അവർ കൈമലർത്തുന്ന സാഹചര്യം. ഇത്രയൊക്കെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ ഒരു ജനകീയ സംവാദത്തെ? ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചപ്പോ ഏതാണ് ഈ മതമൗലികവാദികൾ, ആരാണ് ഇതിനെ തടസ്സപ്പെടുത്തുന്നത്, ആർക്കാണ് ഇത്തരം പ്രോഗ്രാമുകളെ കൊണ്ട് തലവേദന സൃഷ്ടിക്കുന്നുള്ളത് വ്യക്തമാക്കേണ്ടതാണ്. രണ്ടാമത്തത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇസ്ലാം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത് മുതൽ ഇക്കാലമത്രയായിട്ട് സംവാദങ്ങളിലൂടെ, സിംബോസ്യങ്ങളിലൂടെ, ചർച്ചകളിലൂടെയാണ് അതിന്റെ പരിപൂർണത പ്രാപിക്കപ്പെട്ടത്. എവിടെയും മറ്റൊരു ശൈലിയിൽ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഏതൊരാൾക്കും മതം പറയാനും പറയാതിരിക്കാനും നിരീശ്വരത്വം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആരാണ് ഇതിന്റെ പിന്നിൽ? ഏത് മതമൗലിക സംഘടനകളാണ് ഇതിന്റെ പിന്നിൽ? ഏത് തീവ്രവാദികളാണ്? വർഗീയവാദം വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് ഇതിനൊരു മഴ പറയാൻ കഴിയുള്ളൂ. തിരൂരിൽ വെച്ച് ഇദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം തടസ്സപ്പെട്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമെന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് വ്യക്തമാക്കേണ്ട അദ്ദേഹം തന്നെയാണ്. ഇവിടെ ആരിഫ് സാഹിബ് പറഞ്ഞതുപോലെ എല്ലാവർക്കും, എല്ലാ ജാതി മതങ്ങൾക്കും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല. അതേ അവസരം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ അത് സർഗാത്മകതയുടെ, വായനയുടെ, ചിന്തയുടെ, ഉത്ബോധനങ്ങളുടെ, സംവേദനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ചിന്തിക്കാനാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ചിന്തിക്കുന്നവരെയാണ് ഖുർആൻ സംബോധന ചെയ്യുന്നത്. ഖുർആനിലെ വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് 2 പ്രമാണങ്ങളാണ്. ഒന്ന് ഖുർആനും പ്രവാചകന്റെ ചര്യകളും. ചിന്തിക്കാത്തവനെ കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നേയില്ല. ആ ചിന്തയിലൂടെയാണ് ഇസ്ലാം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടതും ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഒരു സംവാദം നടത്തുമ്പോൾ അതിനെ ഭയപ്പെടേണ്ട ആവശ്യം യഥാർത്ഥ മുസ്ലിങ്ങൾക്കില്ല. എന്തുകൊണ്ട്? ഇസ്ലാം വളർന്നു വന്നത് വെല്ലുവിളികൾ അതിജയിച്ചാണ്. ആ വെല്ലുവിളികൾ ഇസ്ലാം നേരിട്ടത് സർഗാത്മകമായ സമരങ്ങളിലൂടെയാണ്, അക്രമങ്ങളിലൂടെയല്ല. അപ്പോ ഇത് രൂപത്തിൽ പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആർക്കും മനസ്സിലാകും ഇസ്ലാം വെല്ലുവിളികളെ നേരിട്ടാണ് ഇതുവരെ വന്നത്. പിന്നെ അദ്ദേഹം പറയേണ്ടായി അത്ഭുതമുള്ള ഒരു കാര്യം, ലോകത്തെ വൻകിട രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും ഇസ്ലാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തെളിവുകൾ പറയാൻ കഴിയും. ഇപ്പോൾ തന്നെ അമേരിക്കയിലും ഫ്രാൻസിലും ഇറ്റലിയും ജർമ്മനിയിലുമൊക്കെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. അവർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അക്രമങ്ങളിലൂടെയല്ല, ശാസ്ത്രീയ ഉത്ബോധനത്തിന്റെ പേരിൽ, സർഗാത്മകതയുടെ പേരിൽ, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മതം എന്ന നിലയിൽ, സാഹോദര്യം ഉയർത്തിപ്പിടുന്ന മതം എന്ന നിലയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഇസ്ലാം സംവാദങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇസ്ലാം സർഗാത്മക സമരങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇസ്ലാം സംവേദനങ്ങളെയും അതുപോലെ തന്നെ ചിന്തകളെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കാത്ത തരത്തിൽ ഇസ്ലാമിനെ വിഭാവനം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തിരൂരിൽ നടന്ന ഏതോ ഒരു പ്രോഗ്രാമിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചിന്താബോധത്തെ വിഭാടനം ചെയ്യുന്ന വിധത്തിലുള്ള സംസാരം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആഴമെത്തി എനിക്കറിയില്ല. ഒരു കാര്യം ശരിയാണ്, അദ്ദേഹത്തിന്റെ ഉദ്യമം വിജയിക്കാതെ പോയതിന് പിന്നെ ഏത് ശക്തികളാണ് അദ്ദേഹം വിവരിക്കേണ്ടതുണ്ട്. ഏതാണ് പ്രതിരോധ ശക്തികൾ, ഏതാണ് വർഗീയവാദികൾ, ഏതാണ് സംഘടിത ശക്തി, ഏതാണ് ഫണ്ടമെന്റൽ മൗലികവാദികൾ എന്ന് CVM വാണിമേൽ ഒന്ന് ഇടപെടുന്നത് കൊണ്ട് ഒന്ന് ക്ഷമിക്കുക. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇത് ആരാണ് താങ്കളുടെ പരിപാടി തടസ്സപ്പെടുത്തിയത് എന്ന് വളരെ നിഷ്കളങ്കമായി CVM വാണിമേൽ ചോദിക്കുന്നുണ്ട്. ഒരു മറുപടി.
ആരാണെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നത്. പരിപാടി തടയപ്പെട്ടതും അതുപോലെ തന്നെ ആ ഒരു പ്രവണതയും അതിൽ തെറ്റുണ്ട് എന്ന് ആള് അസന്നിഗ്ധമായിട്ട് ഇപ്പോഴും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മളിവിടെ ആദ്യമേ നോട്ട് ചെയ്യേണ്ടത് അതാണ്. ഈ ഒരു തരത്തിൽ ഇതിനെ കാണാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം. ഇത് ഇനിയെങ്കിലും വാണിമേൽ തിരിച്ചറിയണമെന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ട്, ഇത് ആര് ചെയ്തു എന്നുള്ളതാണ്. ആര് ചെയ്തു? കൊലവിളി നടത്തുന്ന ആളുകളുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചോദിക്കേണ്ട ബാധ്യത നമുക്കല്ല, അത് പോലീസിനാണ്. നമുക്ക് അവർ കൃത്യമായിട്ട് എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽ വന്ന കമന്റുകൾ, അതിന്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മളുടെ പരിപാടിയോട് അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾ, അവർ നടത്തുന്ന കൊലവിളി, ആ കൊലവിളി നടത്തുന്ന ആളുകളെ നിങ്ങളിപ്പോൾ ഒരു ഹിന്ദു മതത്തിന്റെ പേരിലുള്ള ആരെങ്കിലും ഒരാളാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ജാതകമൊന്നും നോക്കാതെ തന്നെ നിങ്ങൾ ആദ്യമേ പറയുമല്ലോ അത് സംഘികളാണ് എന്ന് പറയുന്ന മാതിരി അതേ ഒരു ലോജിക്ക് ഞാൻ തന്നെ എടുക്കുന്നു എന്ന് തന്നെ അങ്ങോട്ട് കൂട്ടുക. അതായത് ഇതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ കൊലവിളി നടത്തുന്ന ആളുകളെ ഞാൻ വിളിക്കുന്നു ജിഹാദികൾ. അവരതിന് പറയുന്നത് ഈ തരത്തിലുള്ള മതം ഞങ്ങളെ ഇതിന് അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചു പൊറപ്പിക്കാൻ ഇതിനെ തടയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന് കാണുന്ന കുറെ ഒരു കൂട്ടം മുസ്ലിങ്ങളെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് അതിനെ അവർ ഉയർത്തി വെച്ചത് ഇസ്ലാമിന്റെ അധ്യാപനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ സാധനം നടത്തുന്ന ആളെ തീവ്ര മുസ്ലിങ്ങൾ എന്നാണ് ഞാൻ വിളിക്കുക. തീവ്രമായ ഇസ്ലാമിക സ്വഭാവമുള്ള മുസ്ലിങ്ങൾ. അതിന് ഏത് സംഘടനയാണ്, ഏതെങ്കിലും സംഘടന അല്ലാത്തതാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കില്ല, അത് പോലീസിനാണ് അതിന്റെ ബാധ്യത. അതുപോലും ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് കേരളത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കാര്യം. ഒരു കാര്യം കൂടി പറയാം. താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ, അതായത് ഇസ്ലാം ഈ പറയുന്ന ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വല്ലാതെ ആക്സെപ്റ്റ് ചെയ്യുന്ന മതമാണ്. ക്രിറ്റിസിസത്തിന് നിങ്ങൾക്ക് ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? ആ തരത്തിൽ മുഹമ്മദ് നബിയെ വിമർശിച്ച് കവിത എഴുതിയ ആളുകളെ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെ ഹദീസുകളും ചരിത്രരേഖകളും ഞാൻ വെച്ചു തരാം. കവിത എഴുതി എന്നതിന്റെ പേരിൽ പള്ളയിൽ കത്തി കുത്തി കയറ്റി ആളെ കൊല്ലാൻ ആളെ വിട്ട ആളാണ് മുഹമ്മദ് നബി. അപ്പൊ ആ ചരിത്രമൊക്കെ നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനം എല്ലാം അവിടെ 8 നിലയിൽ പൊട്ടും. എന്തിനാണ് അതിന് നിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴും ഞാൻ പറയുന്നത്, ഇതിലെ വിഷയങ്ങൾ, നിങ്ങൾ നല്ല മനുഷ്യരാണ്, വാണിമേൽ നല്ലൊരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ മുസ്ലിം എന്ന് വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ നല്ല മനുഷ്യനായത് ഇസ്ലാമിന്റെ ഗുണം കൊണ്ടാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് ഒരു തെറ്റായ രീതിയാണെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ മനുഷ്യത്വത്തിന് നമ്മൾ മൂല്യം കൂടുതൽ കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതല്ല ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഏതെങ്കിലും ഒരു തീവ്രവാദി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആ തീവ്രവാദി ഇസ്ലാമിന്റെ ഏതെങ്കിലും അധ്യാപനം വെച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇസ്ലാമിനെ അവിടെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയായിട്ട് നിങ്ങളെയും അവർ ഉപയോഗിക്കുകയാണ്. അതാണ് ഇപ്പൊ നിങ്ങളിപ്പോ സത്യത്തിൽ ശബ്ദിച്ചത് പോലും ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ശ്രീ CVM വാണിമേൽ അങ്ങയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.